മാരകമായ ഒരു ആയുധം, ഉപയോഗിക്കാൻ പാടില്ലാത്ത ആയുധം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മർദ്ദിക്കുന്നത്. അതും തലഭാഗത്താണ് അടിക്കുന്നത്. അത് ഉള്ളിലേക്കാണ് പ്രഹരേറ്റത്. അതിലാണ് തലച്ചോറ് കെട്ട. അത് അറിഞ്ഞതിൻ്റെ കൂടെ എൻ്റെ ഭാര്യ വളരെയേറെ നോർമലായിട്ടില്ല. ഒരു വെള്ളം കൊടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. മുഹമ്മദ് ഷഹബാസിന്റെ മരണത്തിന് കാരണക്കാരായ 5 പ്രതികളുടെയും വീടുകളിൽ ഇന്ന് രാവിലെയാണ് പോലീസ് റെയ്ഡ് നടത്തിയത്. മുഖ്യപ്രതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ചുവെന്ന് കരുതുന്ന നഞ്ചക്ക് കണ്ടെത്തിയത്. പ്രതികളുടെ 4 മൊബൈൽ ഫോണുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഗൂഢാലോചന നടന്നതിന്റെ ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിക്കുന്നതിന് പരിശോധനയിൽ ലഭിച്ച മൊബൈൽ ഫോണുകൾ സഹായകരമാകും. വിദ്യാർത്ഥികൾ അല്ലാത്തവർ സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നതറിയാനും ഡിജിറ്റൽ തെളിവുകൾ ഉപകരിക്കും. അതേസമയം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസിനെ കുടുംബം അട്ടിമറിക്കുമെന്ന ആശങ്കയിലാണ് ഷഹബാസിന്റെ പിതാവ്. സ്വാധീനം ചെലുത്തി മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ പ്രയാസമുണ്ട്. ഞങ്ങൾ സഹിക്കാൻ കഴിയില്ല. എങ്കിലും നീതിപീഠത്തിൽ തികഞ്ഞ വിശ്വാസത്തിലാണ് പിതാവ് ഇക്ബാൽ. പ്രതികളായവരെ SSLC പരീക്ഷ എഴുതിപ്പിക്കരുതെന്നും കുടുംബം വൈകാരികമായി പ്രതികരിക്കുന്നു. ഒരു പരീക്ഷയ്ക്ക് ഒരു ഇത് കൊടുക്കരുത് എന്നുള്ള ഗവൺമെന്റിന് ഞങ്ങളെ ഇത് മനസ്സിന്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പരീക്ഷ ഈ പ്രാവശ്യം അവർക്ക് എഴുതാൻ സമ്മതിക്കരുത് എന്നുള്ളതാണ് എൻ്റെ കുടുംബത്തിൻ്റെ അപേക്ഷ.